വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. വർദ്ധിച്ചു വരുന്ന മനുഷ്യജീവി സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനുമായിട്ട് ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന വനം വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? വിത്തൂട്ട്. ഒന്നും കൂടെ പറയാം. വർദ്ധിച്ചു വരുന്ന മനുഷ്യജീവി സംഘർഷങ്ങൾ പരിഹരിക്കാനും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനുമായി ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? വിത്തൂട്ട് എന്നാണ് ആ പദ്ധതിയുടെ പേര്. അടുത്തത്, യൂറോപ്പിലെ രാജ്യങ്ങൾ മത്സരിക്കുന്ന യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോളിന്റെ ജേതാക്കൾ ആരാണ് ജേതാവായത്? പോർച്ചുഗലാണ്. യൂറോപ്പിലെ രാജ്യങ്ങൾ മത്സരിക്കുന്ന യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോളില് ആരാണ് ജേതാക്കളായത്, വിജയിയായത്? ആരാണ്? പോർച്ചുഗലാണ് വിജയിച്ചത്. അടുത്തത്, ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ പുരുഷ വനിതാ വിഭാഗം ജേതാക്കൾ ആരാണ്? ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസില് പുരുഷ വിഭാഗം കിരീടം നേടിയത് സ്പെയിനിന്റെ കാർലോസ് അൽക്കരാസ് ആണ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ പുരുഷ വിഭാഗം കിരീടം നേടിയത് സ്പെയിനിന്റെ കാർലോസ് അൽക്കരാസ് ആണ്. ഇനി അടുത്തത്, ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് അമേരിക്കയുടെ കൊക്കോ ഗോഫ് ആണ്. അതായത് വനിതാ വിഭാഗം ഫ്രഞ്ച് ഓപ്പണില് വനിതാ വിഭാഗം ജേതാവായത് അമേരിക്കയുടെ കൊക്കോ ഗോഫ് ആണ്. വളരെ പ്രധാനമാണ്, ശ്രദ്ധിച്ച് ഓർത്ത് വെക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുള്ള ചോദ്യങ്ങളാണ്. അടുത്തത്, എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ചോൻസിൻ ആങ്മോ. എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ചോൻസിൻ ആങ്മോ ആണ്. ഇരുട്ടിൽ കാഴ്ച സാധ്യമാകുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യം ഏതാണ്? ചൈന. ഇരുട്ടിൽ കാഴ്ച സാധ്യമാകുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ആണവായുധം അല്ലാത്ത ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം ഏതാണ്? ചൈന. ആണവായുധം അല്ലാത്ത ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം ഏതാണ്? ചൈന. 2022 ഓഗസ്റ്റിൽ രൂപം നൽകിയ ഇന്ത്യയുടെ പ്രഥമ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് സർവകലാശാലയായ ഗതി ശക്തി വിശ്വവിദ്യാലയം എവിടെ സ്ഥിതി ചെയ്യുന്നു? വഡോദര. 2022 ഓഗസ്റ്റിൽ രൂപം നൽകിയ ഇന്ത്യയിലെ പ്രഥമ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് സർവകലാശാലയായ ഗതി ശക്തി വിദ്യാലയ എവിടെ സ്ഥിതി ചെയ്യുന്നു? വഡോദരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ പേര്? ഗതി ശക്തി വിദ്യാലയ എന്നാണ് ഇതിന്റെ പേര്. അടുത്തത്, ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിന് നൽകിയ പേരെന്താണ്? ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ്. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് ആരാണ് നേടിയത്? ആരാണ്? സുനിത വില്യംസ്. അത് നമ്മൾ വീണ്ടും പറയേണ്ട കാര്യമില്ല, പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും പറയുന്നത് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത സാമ്പത്തിക മേഖല നിർമ്മിക്കുന്നത് ഏത് സ്ഥലത്താണ്? ഛത്തീസ്ഗഡില്. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സാമ്പത്തിക മേഖല നിർമ്മിക്കുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. അടുത്തത്, 2025 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം ഏതാണ്? റിയോ ഡി ജനീറോ. 2025 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം ഏതാണ്? റിയോ ഡി ജനീറോ.
ടെസ്ലയുടെ റോബോട്ട് പദ്ധതിയുടെ തലപ്പത്തെത്തിയ ഇന്ത്യക്കാരൻ ആരാണ്? അശോക് എള്ളൂസ്വാമി. ടെസ്ലയുടെ റോബോട്ട് പദ്ധതിയുടെ തലപ്പത്തെത്തിയ ഇന്ത്യക്കാരൻ ആരാണ്? അശോക് എള്ളൂസ്വാമി. കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട പഹൽഗാം എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? അനന്ത്നാഗ് ജില്ല. അപ്പൊ കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട പഹൽഗാം എന്നത് ആ സ്ഥലം ഏത് ജില്ലയിലാണ്? അനന്ത്നാഗ് ജില്ലയിലാണ്. ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി ചുമതല ഏറ്റത് ആരാണ്? മനീഷ് ഖന്ന. ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? മനീഷ് ഖന്നയാണ്. നിർമ്മാണത്തിലുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായ ജനാസു തുരങ്കം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. നിർമ്മാണത്തിലുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായ ജനാസു തുരങ്കം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ്. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആരാണ്? ഡി ഗുഗേഷ്. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആരാണ്? ഡി ഗുഗേഷ് ആണ്. കോമൺവെൽത്തിന്റെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ആഫ്രിക്കൻ വനിതയായ ഷേർലി ബോച്ച്വേ ഏത് രാജ്യക്കാരിയാണ്? ഘാന. കോമൺവെൽത്തിന്റെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ആഫ്രിക്കൻ വനിതയായ ഷേർലി ബോച്ച്വേ ഏത് രാജ്യക്കാരിയാണ്? ഘാന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖ് ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ്? കന്നഡ ഭാഷ. ഏത് ഭാഷയാണ്? കന്നഡ ഭാഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂസ് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂസ് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? മുംബൈയിലാണ്. 2025 ബീംസ്റ്റെക് ഉച്ചകോടി നടന്നത് എവിടെയാണ്? തായ്ലൻഡ്. 2025 ബീംസ്റ്റെക് ഉച്ചകോടി നടന്നത് എവിടെയാണ്? തായ്ലൻഡിലാണ്. പ്രഥമ MP വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരം നേടിയത് ആര്? പാണ്ഡുരംഗ ഹെഗ്ഡെ. പ്രഥമ MP വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരം നേടിയത് ആരാണ്? പാണ്ഡുരംഗ ഹെഗ്ഡെയാണ്. വന്ദന കടാരിയ ഏത് കായിക ഇനത്തിൽ 2025 ഏത് കായിക ഇനത്തിൽ നിന്ന് 2025 വിരമിച്ചു? ഏതിൽ നിന്നാണ്? ഹോക്കി. വന്ദന കടാരിയ ഏത് കായിക ഇനത്തിൽ നിന്നാണ് 2025 വിരമിച്ചത്? ഹോക്കി. ഏഷ്യൻ അത്ലറ്റിക്സിന് വേദി ആയത് എവിടെയാണ്? ദക്ഷിണ കൊറിയയിലെ ഗുമിയിലാണ്. ഏഷ്യൻ അത്ലറ്റിക്സിന് വേദി ആയത് എവിടെയാണ്? ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ്. അടുത്തിടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? US ആണ്. അടുത്തിടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? US ആണ്. ഗാന്ധി സിനിമയുടെ ഛായാഗ്രാഹകൻ അടുത്തിടെ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ബില്ലി വില്യംസ്. ഗാന്ധി സിനിമയുടെ ഛായാഗ്രാഹകൻ അടുത്തിടെ അന്തരിച്ചു. ആരാണ്? ബില്ലി വില്യംസ്. ലോക ആരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കാവുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ്? നോർവേ. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കാവുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ്? നോർവേ ആണ്. 2025 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷയുടെ ഭാവി. 2025 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷയുടെ ഭാവി എന്നതായിരുന്നു. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത്. അപ്പൊ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.